ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കേരളത്തിലുള്ള എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, തട്ടയെന്ന് പറയും. പിന്നെ നല്ല ഈസിയാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം, എന്നാലും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ചില്ലി പൗഡറാണ്, മുളക് പൊടി. അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ. പിന്നെ ഇത് ഞാൻ കടലയാണ്, കപ്പലണ്ടി. അത് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് എള്ളാണ്. എള്ള് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, അത് ഞാൻ കുറച്ച് എടുത്തിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് വേണം. പിന്നെ വേണ്ടത് നെയ്യും. ഓക്കെ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ അരിപ്പൊടിയിലേക്ക് നമ്മളുടെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, എള്ള്, റോസ്റ്റഡ് പീനട്ട്സ്, പിന്നെ തേങ്ങ, കറി ലീവ്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചൂടുള്ള എണ്ണ 2 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, സോ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഓക്കെ, ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈ പൊള്ളിക്കരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കും. ഓക്കെ, അപ്പം ഞാനിത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ഇത് കുറച്ചാക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കാം. ഇത് ഞാൻ റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടയുടെ ഷേപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സ്റ്റിക്ക് കവർ എടുക്കാം, എന്നിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ 2 സൈഡിലും. ഞാനിപ്പോൾ ഒരു സിപ്പ് ലോഗ് ബാഗ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളത് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അടച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കട്ടിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇത് കർണാടകയിലും തമിഴ്നാട്ടിലും ഫേമസ് ആയ സ്നാക്കാണത്. കർണാടകയിൽ ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് നിപ്പട്ടു എന്നാണ് ഇങ്ങനെ പറയുക. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഭാഗം തിരിച്ചിട്ടിടണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അരിപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ.
ഇതപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് എടുക്കണം കേട്ടോ. അതാ ഇതുപോലെ വരണേ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിസ്പും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള തട്ടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ട് ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.